കൊച്ചി നഗരത്തിലെ തിരക്കേറിയ നഗരജീവിതത്തിനിടയിൽ ജീവിച്ചത് പ്രശസ്തനായ സ്വകാര്യ ഡിറ്റക്ടീവ് രഘു. യഥാർത്ഥം വെളിപ്പെടുത്താനാകാതെ പോലീസിന്റെ കയ്യിൽ നിന്നുപോലും ഒളിച്ചുപോയ കേസുകളാണ് രഘുവിന്റെ പ്രത്യേകത. ഒരു ദിവസത്തെ പ്രഭാതം. രഘു തന്റെ ഓഫീസിലിരിക്കുന്നു. അപ്പോൾ ഒരൊറ്റ പെൺകുട്ടി കടന്നുവന്നു. വസ്ത്രമണിഞ്ഞ്, ശുദ്ധമായ ചെറുപ്പം, മുഖത്തു ഭയത്തിലും ആശയക്കുഴപ്പത്തിലും കലർന്ന കാഴ്ച. എന്റെ അച്ഛൻ ഒരു ആഴ്ചയായി കാണാനില്ല. പോലീസ് പറയുന്നു പലായനം ആകാമെന്ന്. പക്ഷേ എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. പെൺകുട്ടിയുടെ പേര് അനഘ. അവളുടെ അച്ഛൻ രാജൻ ഒരു റിട്ടയർഡ് ബാങ്ക് ഓഫീസർ. നീതിനിഷ്ഠയും കൃത്യവുമായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ ഒരു ദിവസത്തിൽ പെട്ടെന്ന് കാണാതാകുന്നത് അസാധാരണമല്ലേ? രഘു അന്വേഷിച്ചു തുടങ്ങുന്നു. രാജന്റെ വീടും ഓഫീസും പണ്ടത്തെ സഹപ്രവർത്തകരും വെളിച്ചക്കെട്ടുള്ള വീട്ടുമുറ്റവും പരിശോധിച്ചു. അവിടെ അദ്ദേഹം ശ്രദ്ധിച്ച ഒന്നായിരുന്നു വീട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ഒരു പഴയ ബോക്സിന്റെ അടിയിൽ സൂക്ഷിച്ചിരുന്ന പിതൃസ്വത്ത് രേഖകൾ. അതിനൊപ്പം ഒരു പഴയ ഫോട്ടോ. 4 പേർ, രാജനും 3 സുഹൃത്തുക്കളും. രഘുവിന്റെ മനസ്സിലാകുന്നു ഈ 4 പേരും ഒരേ സ്ഥലത്തു ജോലി ചെയ്തവരാണ്. ആ പഴയ ബാങ്കിന്റെ നിക്ഷേപ വിഭാഗം. ഇവിടെ എന്തെങ്കിലും മറഞ്ഞിരിക്കുന്നു. അവൻ ഒരൊറ്റ ക്ലൂ കണ്ടെടുത്തു. ഒരു പഴയ ലോക്കർ നമ്പർ, ആ പഴയ ബാങ്കിലെ. രഘു ബാങ്കിലേക്ക് പോകുന്നു. അവിടെ മുറിച്ചുപോയ അക്കൗണ്ടുകളും ലോക്കറും പരിശോധിക്കുന്നു. ആ ലോക്കറിൽ നിന്ന് ലഭിച്ചത് ഒരു കുത്തേറ്റ രക്തം കറങ്ങിയ ഷർട്ട്. അവൻ വീണ്ടും ആശങ്കയിൽ. രാജൻ മരിച്ചോ? ഇല്ലെങ്കിൽ ഇവർ ഒക്കെ ഏത് രഹസ്യമാണ് മറച്ചുവെച്ചത്? അവസാനം രഘു കണ്ടെത്തിയത് രാജനും സുഹൃത്തുക്കളും ചേർന്ന് 25 വർഷം മുൻപ് ചെയ്തിരുന്ന ഒരു ചെറുകിട സാമ്പത്തിക തട്ടിപ്പ്. പക്ഷേ രാജൻ പിന്നീട് അത് തുറന്നു പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനാണ് സുഹൃത്തുക്കൾ ചേർന്ന് അവനെ കാണാക്കിയത്. പോലീസിന്റെ സഹായത്തോടെ രഘു അവരെ പിടികൂടുന്നു. രാജനെ ഒരു പഴയ വീട്ടിൽ തടവിൽ വെച്ചിരിക്കുന്നു. അവൻ സുരക്ഷിതനായി തിരിച്ചെത്തുന്നു. അനഘയുടെ കണ്ണുകൾ നിറയുന്നു. നന്ദി സാർ. രഘു ഹസിച്ചു. സത്യത്തെ മറയ്ക്കാൻ കഴിയില്ല. അതിന്റെ വഴിയൊക്കെ ഞാൻ കണ്ടുപിടിക്കും.